അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എമ്പുരാൻ മൂവി കാണാനായിട്ട് പോവാണ്. റിവെഞ്ച് എങ്കിൽ റിവെഞ്ച്, അതാണ് മാറ്റർ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ ആൻഡ് പൃഥ്വിരാജ് ബെസ്റ്റ് കോംബോ. 10 ഔട്ട് ഓഫ് 8 കൊടുക്കും. എൽട്രിക്കായിട്ട് റേറ്റിംഗ് ആണ്. എല്ലാ ലാലേട്ടൻ ഫാനെ പോലെയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എമ്പുരാൻ മൂവി കാണാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വില്ലയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി ആകാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി പോയി ടിക്കറ്റ് കളക്ട് ചെയ്യണം. അതാണ് UAE വന്നിട്ട് നമ്മുടെ ആദ്യത്തെ മൂവിയാണ് എമ്പുരാൻ. അപ്പം അതായത് തിയേറ്ററിൽ പോയി കാണുന്ന മൂവിയാണ് എമ്പുരാൻ. അപ്പോൾ നമ്മൾ ഏതായാലും എമ്പുരാൻ പോയി കാണാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും തിയേറ്ററിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഗൈസ്, നമ്മൾ സിനിമ കാണാൻ പോകുന്ന തിയേറ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൻ്റെ പേര് സിനിമ സിറ്റി എന്നാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അബുദാബിയിൽ അൽക്വൈന എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. ഈ തിയേറ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം, അതായത് അബുദാബിയിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ ഒരു സ്ഥലത്താണ്. ഈ സിനിമ സിറ്റിയുടെ ചുറ്റിനും തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്പോട്ടുകളും കാണാൻ പറ്റും. അതായത് ഷെയ്ഖ് സായിദ് മോസ്ക്, അതുപോലെ തന്നെ നാഷണൽ അക്വേറിയം, പിന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ വാട്ടർ സ്പോട്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകൾ, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ഗൈസ് നമ്മൾ തിയേറ്ററിനുള്ളിലോട്ട് കയറി കഴിയുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ടിക്കറ്റ് കൗണ്ടറാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ അത്യാവശ്യം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഇപ്പം എല്ലാം തന്നെ ഓൺലൈനാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെയിനായിട്ടുള്ള മൂവീസ് എന്ന് പറയുന്നത് 3 സ്ക്രീനിൽ എമ്പുരാൻ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ക്രീൻ കണ്ടോ ഗൈസ്, അതായത് ഈ 14 ദിവസത്തിനിടയിൽ ബർത്ത്ഡേ ആഘോഷിച്ചവർക്ക് ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ ബർത്ത്ഡേക്ക് ഇനി സെപ്റ്റംബർ വരെ കാത്തിരിക്കണം. ഏതായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഗൈസ്. അപ്പോൾ നമ്മൾ തന്നെ സിനിമ കാണാനായിട്ട് കയറാൻ പോവാണ്. നമ്മൾ XXL ആയിട്ടുള്ള സ്ക്രീനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ തിയേറ്ററിനുള്ളിൽ കയറിയിട്ടുണ്ട്. തിയേറ്ററിനുള്ളിൽ അഡാറ് സെറ്റപ്പാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഡോൾബി അറ്റ്മോസ്ഫിയറും ലൈറ്റിങ്ങും ഒരു രക്ഷയില്ല. സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ സിനിമ സിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടാണ് അവർ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് സിനിമ കണ്ടിട്ട് വന്നാലോ? അങ്ങനെ ഗൈസ് നമ്മൾ എമ്പുരാൻ്റെ ടൈറ്റിൽ കണ്ടു. ഗൈസ് ഈ തിയേറ്ററിലുണ്ടല്ലോ ഗൈസ് ഇൻ്റർവെല്ലില്ല. അതായത് 3 മണിക്കൂർ സിനിമ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണണം. ഇൻ്റർവെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് മാത്രമേ കട്ടാക്കിയുള്ളൂ. ഏതിലും സിനിമ ഫുള്ളായിട്ട് തന്നെ നമ്മൾ കണ്ടു. സിനിമ പൊളിച്ചു ഗൈസ്. ഇനി ബാക്കിയുള്ള റിവ്യൂ കൂടെ കേട്ടിട്ട് വരാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? നാട്ടിലാണോ അതോ ഇവിടെയാണോ കൂടുതൽ, അതായത് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും? നാട്ടിലായിരുന്നെങ്കിൽ കൂടെ എൻജോയ് ചെയ്തത്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? சூப்பராக இருந்துச்சு. உண்மையிலே மன நிறைவாக இருக்குது. ரொம்ப நாள் கழிச்சு ஒரு நல்ல படம், ஒரு ஆக்ஷன் படம். செல்வாண்ட ஸ்டண்ட் மாஸ்டர் செல்வாண்ட சாரிப்பா அவரோட ஃபைட் சீனு ஓகே. പിന്നെ പൃഥ്വിരാജോടെ ലാസ്റ്റ് ക്ലൈമാക്സ് റിവെഞ്ച് എങ്കിൽ റിവെഞ്ച്, അതാണ് മാറ്റർ. ഓക്കെ, താങ്ക് യു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല, നല്ലൊരു പടമായിരുന്നു. ആസ് ഇൻ DOP, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, ആ രീതി നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രകടനം തന്നെ സിനിമ കാഴ്ചിച്ചിട്ടുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ മോഹൻലാൽ ആൻഡ് പൃഥ്വിരാജ് ബെസ്റ്റ് കോംബോ. സിനിമ എങ്ങനെ? സിനിമ ഒരു എബോവ് ആവറേജ് പടം. അതിൽ കൂടുതൽ പിന്നെ സിനിമാറ്റോഗ്രാഫി അതെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഓവറോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് പറയുക 10 ഔട്ട് ഓഫ് 8 കൊടുക്കുക. മൊത്തത്തിൽ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു മൂവി എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം, അടിപൊളി പടമാണ്. ആക്ച്വലി സിനിമ കാണാൻ വരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് റിവ്യൂസ് ഒക്കെ കാണുമല്ലോ. നോക്കിയപ്പോഴത്തേക്ക് നാട്ടിലെല്ലാവരും പറയും ആവറേജാന്നൊക്കെ. പക്ഷേ കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. നല്ല പടമാണ്. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആ പടം. ആക്ച്വലി L3ക്കായിട്ട് റേറ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. ഉണ്ടായിരുന്നു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ എങ്ങനെയായിരുന്നു റിവ്യൂ എന്ന് പറയാം? സിനിമ മൊത്തത്തിൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജും മോഹൻലാലൊക്കെ ഒന്നിച്ച് വരുന്ന സീൻസ് ഉണ്ട്, അത് വെറുതെ ഒരു രക്ഷയില്ല. വേറെ ഫൈറ്റ് സീൻസും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് പറയാം? ഫൈറ്റ് സീൻസ് ഒന്നും എന്താ പറയുക, സ്റ്റാർട്ടിങ് മുതൽ ഫൈറ്റാണ്. പിന്നെ ഒരു മിഡിൽ പോർഷൻ ആകുമ്പോൾ പിന്നെ കഥയിലേക്ക് കിടക്കും. പിന്നെ എൻഡിങ്ങും ഒരു സൂപ്പർ ഫൈറ്റ് സീനോട് കൂടിയാണ് എൻ്റെ ആവുന്നത്. ഓക്കെ, ഇപ്പം നാട്ടിലാണോ അതോ UAE ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് തിയേറ്റർ എക്സ്പീരിയൻസ്? തിയേറ്റർ എക്സ്പീരിയൻസ് എന്താ പറയുക, ഒരു കംഫർട്ട് രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ തിയേറ്റേഴ്സാണ് ഇത്തിരി കൂടെ ഒരു കംഫർട്ട് വൈസ് അടിപൊളിയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആസ് സച്ച് നമുക്ക് നാട്ടിലെ തിയേറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ L3ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. പിന്നില്ലേ L3 എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന്
ആഗ്രഹിക്കുന്നു. എല്ലാ ലാലേട്ടൻ ഫാനെ പോലെയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഗൈസ്, അങ്ങനെ നമ്മൾ എമ്പുരാൻ കണ്ടു. പൊളി സിനിമ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്താ പറയുന്നത്, അടിപൊളിയായിരുന്നു. പിന്നെ സിനിമ കൊണ്ട് നിർത്തുന്നത് L3-യിലോട്ടാണ്, അതായത് ലൂസിഫർ 3 മസ്റ്റായിട്ടും കാണും. ഏതായാലും ഈ സിനിമ എന്ന് പറയുന്നത് മസ്റ്റ് വാച്ചാണ്. അത് മസ്റ്റ് വാച്ച് എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ പോയി തന്നെ നമ്മൾ വാച്ച് ചെയ്യണം. കാരണം നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്നൊരു ഫീലാണ് നമുക്ക് ഈ മൂവി കാണുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഏതായാലും സിനിമ അടിപൊളിയായിരുന്നു. UAE-ൽ ഞങ്ങൾ എല്ലാവരും തന്നെ അങ്ങ് പൊളിച്ചു. ഏതായാലും നാട്ടിലും എല്ലാവരും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുക. മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.